അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ടേ പച്ച മാങ്ങ മേടിച്ചോണ്ട് വന്നതാണ്. 2-3 ദിവസമായി മാങ്ങ ഇരുന്ന് ചലിച്ചു പോയി. അപ്പൊ ഇത് വെറുതെ കളയണ്ട. എന്തായാലും നമുക്ക് ഇതുകൊണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഉണ്ടാക്കുന്ന ഒരു ചെലിച്ച മാങ്ങ കൊണ്ടുള്ള ഒരു അച്ചാർ ഉണ്ടാക്കാം. മധുരമുള്ള അച്ചാർ റെസിപ്പി ആണല്ലേ. അപ്പം ഇതിന് ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് മാങ്ങ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒന്ന് നമുക്ക് പീൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. മതി. അതിൻ്റെ ഞെട്ട് ഭാഗം ഒന്ന് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പീലർ വെച്ച് ഇങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ചെനച്ചതായതുകൊണ്ട് നമുക്ക് പീലർ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റും. അപ്പം പെട്ടെന്ന് തന്നെ നമുക്കത് പീൽ ചെയ്യാം. ഞാനിവിടെ 3 എണ്ണവേ പീൽ ചെയ്തെടുത്തുള്ളൂ കേട്ടോ. കാരണം ബാക്കിയുള്ളതൊക്കെ ഒരുമാതിരി നല്ലപോലെ ഒന്ന് പഴുത്ത് തുടങ്ങിയായിരുന്നു. അപ്പോൾ അങ്ങനെ മാമ്പഴമായിട്ട് തന്നെ കഴിക്കാമല്ലോ. അപ്പോൾ ചെനച്ചത് മാത്രമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഏകദേശം എനിക്കൊരു 3 മാമ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഈ സേലം മാങ്ങ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു വെറൈറ്റിയിലാണ് ഇതിനെ തോത്താപ്പൂരി മാങ്ങ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് നീളത്തിൽ, അതായത് കുറച്ചും കൂടി വലിയ പീസസ് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യണം. കാരണം നമ്മളിത് വേവിച്ചല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഉടഞ്ഞു പോകുമല്ലോ, അപ്പം മാഷായി പോകും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വലിയ പീസസ് ആക്കി തന്നെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അതെ, ഒരു പ്ലേറ്റ് ഏകദേശം എനിക്ക് കിട്ടിയിട്ടുണ്ട് കട്ട് ചെയ്തിട്ട്. ഇനിയാണ് നമുക്ക് അച്ചാറിൻ്റെ പ്രിപ്പറേഷനിലോട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ നല്ലൊരു ഹെവി ബോട്ടം ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ചീനച്ചട്ടി എടുക്കാം നമുക്ക്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. അച്ചാറിനൊക്കെ നമ്മൾ സാധാരണ നല്ലെണ്ണ തന്നെയാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം 1 സ്പൂണ് പെരിഞ്ജീരകം, 1/2 സ്പൂണ് കരിഞ്ജീരകം, പിന്നെ ഒരു 1/4 സ്പൂണ് ഉലുവ, ഇത്രയും ആഡ് ചെയ്ത് ഒന്ന് താളിക്കുക. താളിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാമ്പഴവും കൂടി ആഡ് ചെയ്യണം. ഇതൊന്ന് നല്ലപോലെ ഒരു മിക്സൊക്കെ നമ്മൾ കൊടുത്തിട്ട് നിങ്ങൾ അടച്ചിട്ട് നമുക്ക് ഗ്യാസ് സിമ്മാക്കിയിട്ട് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ മാമ്പഴത്തിനകത്തുള്ള വാട്ടർ കണ്ടന്റ് ഒക്കെ ഒന്ന് റിലീസ് ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പം ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള നമ്മുടെ നോർമൽ മസാല ഒക്കെ ഇല്ലേ, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അത് ആവശ്യത്തിനനുസരിച്ച് നമുക്കിടാം. കൂടെ ഞാൻ ഇച്ചിരി കായപ്പൊടിയും ഇടുന്നുണ്ട്, ഒരു 1/2 സ്പൂൺ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഇപ്പോഴും സിമ്മിലാണ് കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. നമ്മുടെ മാംഗോ പീസസ് ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനിയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ശർക്കരപ്പൊടി. ഈ ശർക്കരപ്പൊടിയുടെ അളവ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്ര കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര മാമ്പഴം ഉണ്ടോ അതേ അളവാണ്, അതേ പാത്രത്തിൽ നമ്മൾ ഒരേ പാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ അത് ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യാനുള്ള പാടുകൊണ്ടാണ് കേട്ടോ 2 പ്രാവശ്യം ഇട്ടത് ഞാൻ. അപ്പം അങ്ങനെ ആദ്യം കുറച്ചിട്ടിട്ട് പകുതി ഇട്ടിട്ട് മിക്സ് ചെയ്തു, പിന്നെ ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇനി ഒരു തിളപ്പ് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. അത്രേ ഉള്ളൂ, തീർന്നു. അച്ചാർ റെഡിയാണ്. ഇനി ഇത് പകുതി അടച്ചാൽ മതി കേട്ടോ, നാറട്ടെ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല യമ്മി ആയിട്ടുള്ള മാമ്പഴം മധുരമുള്ള അച്ചാർ റെഡി. ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി ആറിക്കഴിയുമ്പോൾ നമുക്ക് ഇതൊരു നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് നമുക്കിത് സൂക്ഷിക്കാം. ഒരു 1-1.5 ആഴ്ച വരെ ഇതിന് ഷെൽഫ് ലൈഫ് ഉണ്ട്. പക്ഷെ അത്രയ്ക്കൊന്നും പോകില്ല കേട്ടോ, 2 ദിവസത്തിനകം ഇത് കാലിയാകും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.